ദൈവനാമത്തിന് മഹത്വമുള്ളതായിരിക്കട്ടെ. 2 തെസ്സലോനിക്കർ 2:14. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയിലേക്ക് വിളിച്ചത്. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നു, നമ്മളെ കർത്താവ് എന്തിനാണ് രക്ഷയിലേക്ക് വിളിച്ചത്? മഹത്വം പ്രാപിപ്പാൻ, കർത്താവിന്റെ മഹത്വം പ്രാപിപ്പാനായിട്ടാണ് നമ്മൾ ഓരോരുത്തരെയും കർത്താവ് രക്ഷയിൽ. നമ്മൾ ഓരോരുത്തരും രക്ഷയിലായിരിക്കുമ്പോൾ അവന്റെ മഹത്വം പ്രാപിപ്പാൻ, എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവന്റെ മഹത്വം പ്രാപിപ്പാനായിട്ട് കഴിയും? അവന്റെ മഹത്വം നമ്മൾ പ്രാപിക്കണമെങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കണം. സത്യോപദേശങ്ങളെ നമ്മൾ മുറുകെ പിടിക്കണം. നമ്മൾ മുറുകെ പിടിക്കേണ്ടത് നമ്മുടെ വചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു ആ സത്യ ഉപദേശങ്ങളെ നമ്മൾ മുറുകെ പിടിക്കണം. വചനത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായത് ഓരോന്നും വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുമ്പോൾ ആ ഉപദേശങ്ങളെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ഈ വചനത്തിൽ നമ്മളോട് എന്ത് ആഗ്രഹിക്കുന്നു, ഓരോ വ്യക്തി ജീവിതവും എങ്ങനെ ജീവിക്കണമെന്നും നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്നും പിതാവ് ആഗ്രഹിക്കുന്നു. അവന്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ നമ്മൾ അവന്റെ ഹിതത്തിൽ നമ്മൾ ജീവിക്കണം. അവന്റെ ഹിതപ്രകാരം നമ്മൾ നടക്കണം. വിളിയോട് നമ്മൾ വിശ്വസ്തരായിരിക്കണം. നമ്മളെ വിളിച്ചിരിക്കുന്ന കർത്താവ് ആരാണെന്ന് അറിഞ്ഞ് ആ വിളിയോട് നമ്മൾ വിശ്വസ്തരായിരിക്കണം. വിളിച്ചിരിക്കുന്നവൻ ഹല്ലേലൂയ എന്റെ സ്വർഗീയ പിതാവാണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരിക്കണം. നമ്മളെ ആക്കിയിരിക്കുന്നിടത്ത്, നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവം നമ്മളെ നടത്തുവാൻ മതിയാവില്ല. അവനിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. അവന്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുവാൻ, നമ്മളെ രക്ഷയിൽ അവൻ വിളിച്ചെങ്കിൽ, നമ്മളെ രക്ഷയിൽ നമ്മളെ ആക്കിയെങ്കിൽ കർത്താവിന്റെ ഹിതം ഇന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവസന്നിധി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ജീവിതത്തെ നമ്മൾ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. അവന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തേണ്ടതിന് നമ്മൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം കർത്താവിന്റെ കരങ്ങളിൽ. നമ്മൾ കർത്താവിന്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ആയിരിക്കുന്ന ഓരോ ഇടങ്ങളിലും നമ്മൾ എവിടെയൊക്കെ ആയിരിക്കുന്നോ, നമ്മുടെ ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളുണ്ടോ നമ്മുടെ ജീവിതത്തിൽ, അതെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. അവന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം നമ്മളെ ഓരോരുത്തരും കർത്താവ് വിളിച്ചു നിർത്തിയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവന്റെ മഹത്വം വെളിപ്പെടുത്തും. നമ്മുടെ കർത്താവ് വിളിച്ച കർത്താവ് വിശ്വസ്തനാ. ഞാനും നിങ്ങൾ ഓർപ്പിച്ചോണം, കർത്താവ് വിളിച്ചെങ്കിൽ, എന്റെ കർത്താവ് എന്നെ തെരഞ്ഞെടുത്ത് നിർത്തിയെങ്കിൽ അവന്റെ മഹത്വം എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവ് വെളിപ്പെടുത്തും. ഇന്ന് നിനക്ക് ദാരിദ്ര്യമാണോ? ഇന്ന് നിനക്ക് കഷ്ടപ്പാടുണ്ടോ? ഇല്ല. എന്റെ കർത്താവിന്റെ മുഖത്തേക്കാണോ നീ നോക്കിയിരിക്കുന്നത്? അവന്റെ രക്ഷയിൽ നീ നടക്കുന്നോ? അവന്റെ രക്ഷയിൽ നീ ആയിരിക്കുന്നോ? നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ കർത്താവ് മതിയാവില്ല. അവന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും കർത്താവ് മതിയായവനാ. നമ്മുടെ പിതാവ് മതിയായവനാ. നമ്മളെ രക്ഷയിലേക്ക് അവൻ നയിച്ചിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ അവന്റെ മഹത്വം വെളിപ്പെടുവാൻ പിതാവ് ആഗ്രഹിക്കുക. അവനിൽ കീഴ്പ്പെട്ട്, അവന്റെ വചനത്തിൽ കീഴ്പ്പെട്ട് നമ്മുടെ ജീവിതത്തെ അവന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. നമുക്ക് ജയകരമായ ഒരു ജീവിതം കർത്താവ് ഒരുക്കി വെച്ചിരിക്കുക. ഈ ലോകത്തിൽ വെച്ച് തന്നെ നിന്നെ ഉയർത്തി മാനിക്കുക തന്നെ ചെയ്യും. ഈ വചനങ്ങൾ അതേമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രിയ പിതാവെ, സ്തുതിക്കുന്നു യേശുവിന്റെ നാമത്തിൽ കർത്താവേ. ഇനി നിമിഷം നിന്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുമ്പോൾ ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ജീവിതത്തിൽ ഒരു സന്തോഷവും ഇല്ലാതെ, ഹല്ലേലൂയ, എല്ലാ നന്മകളും ജീവിതത്തിൽ ഉണ്ടായിട്ടും ഒരു സന്തോഷവും ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയാതെ ഭാരത്തോടെ നിൽക്കുന്ന വ്യക്തിയെ അപ്പാ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, നിന്റെ മഹത്വം നിന്റെ മകന്റെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ കർത്താവേ. ആ സന്തോഷമില്ലായ്മ യേശുവിന്റെ നാമത്തിൽ നീങ്ങി മാറട്ടെ കർത്താവേ. നിന്റെ സന്തോഷത്താൽ നിന്റെ മകനെ നിറച്ചാട്ട്. ഹല്ലേലൂയ. ദുഷ്ടന്റേതായ എല്ലാ ചിന്തകളും എല്ലാ വ്യാകുലതകളും യേശുവിന്റെ നാമത്തിൽ നീങ്ങി മാറട്ടെ കർത്താവേ. അപ്പൊ നിന്റെ കരങ്ങളിൽ എല്ലാവരും ഏൽപ്പിക്കുമ്പോൾ രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നാഥ. യേശുവേ, നിന്റെ അടുപ്പിൻ്റെതാവുന്ന സൗഖ്യം കർത്താവേ നിന്റെ മക്കളുടെ മേൽ നീ അയച്ചിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നീ അത്ഭുത വിടുതൽ ചെയ്തിരിക്കുക. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. തന്റേതല്ലാത്ത കാരണത്തിൽ കേസിലായിരിക്കുന്ന വ്യക്തിയെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവിടെ അത്ഭുതം സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ. ഹല്ലേലൂയ. നല്ല ന്യായാധിപനായപ്പ നീ അവിടെ അത്ഭുതം ചെയ്തിരിക്കുക. സ്തോത്രം. എല്ലാവരും എന്റെ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.